എല്ലാവരും കൂടെ ഞങ്ങളുടെ റൂമിൽ വന്ന് പാട്ടും ബഹളവും മേളവും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ഏകദേശം 1 മണിയായപ്പോഴാണ് കിടക്കാൻ പോയത്. ഇത് പിറ്റേന്ന് രാവിലെ എൻ്റെ റൂമിൻ്റെ ബാൽക്കണി വ്യൂ ആട്ടോ. നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. ആ വ്യൂ കണ്ടില്ല, മൊത്തം മഞ്ഞായിരുന്നു. പ്രത്യേക ഒരു വൈബായിരുന്നു. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. എല്ലാവർക്കും ശാലു ലച്ചു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാട്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഡേ ഞങ്ങൾ വാഗമണിൽ സ്പെൻഡ് ചെയ്ത കുറച്ച് നല്ല നിമിഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. ഞാൻ ലിങ്ക് താഴെ ഷെയർ ചെയ്തിരിക്കാം. ഈ റിസോർട്ട് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യേണ്ട സമയം 12 മണിക്കാണ്. പുറത്തൊന്നും പോയി കറങ്ങാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ റിസോർട്ടിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പൂളിൽ ഇറങ്ങാമെന്ന് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ്, പൂരി, കിഴങ്ങ് കറി, കടലക്കറി, ഓംലെറ്റ്, പിന്നെ ജാമും ബ്രെഡും ആയിരുന്നു. നല്ല ടേസ്റ്റി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പൂളിൽ ഇറങ്ങി. ഓക്കെ, കുടിച്ചോ. സ്വിമ്മിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷാരൂന് കുറച്ച് നേരം ഗെയിം കളിക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം വന്ന് ഗെയിമൊക്കെ കളിച്ചു. പിന്നെ റിസപ്ഷനിൽ പോയി ക്യാഷൊക്കെ സെറ്റിൽ ചെയ്ത് അവിടുന്ന് ഞങ്ങളൊരു 12-12:30 ആയപ്പോഴത്തേക്ക് ലഗേജൊക്കെ എടുത്തു ചെക്കൗട്ട് ചെയ്തേ. അവിടുന്ന് പോകുന്നതിന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു സർവീസായിരുന്നു കേട്ടോ. ആ റിസോർട്ടിലെല്ലാവരും നമ്മളോട് സഹകരിച്ചത് അവിടുത്തെ ജോലിക്കാരും എല്ലാം. ഈ കാണുന്നത് നന്ദിലത്തുകാരുടെ വില്ലയാട്ടോ. പിന്നെ ഞങ്ങൾ ടീ ഫാക്ടറിയിലോട്ട് കയറി കുറച്ച് തേയിലയൊക്കെ മേടിക്കാമെന്ന് വെച്ചു കേട്ടോ. മാസ്കോ ടീയിൽ ഇവിടെ നമ്മൾ 100 രൂപയ്ക്ക് മേടിക്കുന്ന 150 രൂപയ്ക്ക് മേടിക്കുന്ന തേയില 100 രൂപയ്ക്കൊക്കെ കിട്ടും. ഇത് ഹോൾസെയിൽ റീറ്റെയിലും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ പാക്കിംഗ് ഒക്കെ നടക്കുകയായിരുന്നു. പക്ഷേ ഫാക്ടറിക്ക് അകത്തോട്ടൊന്ന് കയറട്ടെ എന്ന് ചോദിച്ചപ്പം ഇപ്പം അലൗഡ് അല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫാക്ടറിക്ക് അകത്ത് കയറാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ 3 പേര് ആവശ്യത്തിന് കുറച്ച് തേയിലയൊക്കെ മേടിച്ചു. പിന്നെ കഴിക്കാൻ പോകണമല്ലോ. ഞങ്ങൾക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ലായിരുന്നു. ഇന്നലെ കുരിശുമലയിൽ പോയപ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഫോൺ നമ്പർ കിട്ടിയത്. വിന്നർവീൽ ഗ്രീൻ സ്റ്റേ റിസോർട്ട്. അത് റെസ്റ്റോറൻറ്റ് കൂടിയാണ് കേട്ടോ. റെസ്റ്റോറൻറ്റും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കഴിക്കാൻ പോയി. ഇതല്ലേ പാട്ട് അത്തിപ്പഴത്തിന്റെ? ഇത് വീട്ടിൽ വെച്ചൂടെ? അത്തിപ്പഴം പഴുത്തി കിടക്കുന്നുണ്ട്. പഴുത്ത് കിടക്കുന്ന അത്തിപ്പഴം വീണ് പൊഴിഞ്ഞു ആണാ? മരത്തിൽ കൂടെ പിടിച്ചു കിടക്കുവല്ലേ? മരത്തിൽ കൂടെ പിടിച്ചു കിടക്കുവാ.
ഈ റിസോർട്ടിന് മനോഹരിത കണ്ടപ്പോൾ ഒരു നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു തോന്നിപ്പോൾ. എന്താണെന്ന് വെച്ചാൽ മറ്റേ റിസോർട്ടിൽ ഞങ്ങൾ 2 നൈറ്റ് സ്പെൻഡ് ചെയ്തില്ലായിരുന്നോ. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇത് അവിടുത്തെ ടുഡേ സ്പെഷ്യൽ മെനു ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് ചിക്കൻ ക്ലിയർ സൂപ്പായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. പിന്നെ അത് കൂടാതെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് ചട്ടിച്ചോറും ചട്ടി ബിരിയാണിയാണ്. ഒരു ചട്ടിച്ചോറ് 2 പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞാൽ അതേപോലെ ചട്ടി ബിരിയാണി. അതാണ് ഞങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തോളൂ. ഒരു ചട്ടിച്ചോറിന് 500 രൂപ, അതേപോലെ ചട്ടി ബിരിയാണിക്കും 500 രൂപയായിരുന്നു. പിന്നെ ബൊഫേ എന്ന് പറയുന്നത് ഡിന്നറിന് മാത്രമേ ഉള്ളൂ അവിടെ ബൊഫേ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ കറങ്ങി കുറച്ചും കൂടെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഏകദേശം ഒരു 2:30-3 മണി ആവാറായപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് നേരെ കൊല്ലത്തേക്ക് വിട്ടു. പിന്നെ ഞങ്ങൾ എങ്ങും ഇറങ്ങിയില്ല, നേരെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. ഇത് കാറിലിരുന്ന് കാണുന്ന സൈഡ് വ്യൂ കേട്ടോ. എന്നാ രസമാണെന്ന് നോക്കുക. കോടമഞ്ഞൊക്കെ ഇറങ്ങി ഭയങ്കര രസമായിരുന്നേ. അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് രാത്രിയായിരുന്നു. ഇത് കണ്ടപ്പോൾ തോന്നിപ്പോയി സ്വർഗം താണിറങ്ങി വന്നതാണോ എന്ന്. അത്രയ്ക്ക് മനോഹരമായിരുന്നു കേട്ടോ. ഫീൽ ചെയ്താലേ ഇത് മനസ്സിലാക്കാൻ പറ്റും, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയും ഈ സൈഡ് വ്യൂയും ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ഓക്കെ.